ആ പണിക്കരെ വരിക ഇരിക്ക. എന്തൊക്കെയാ വർത്താനം? സുഖമായി പോണ്ടേ? സുഖാണല്ലേ? എന്തപ്പോ വന്നേ? ഞാനോ? നിങ്ങക്ക് ഇങ്ങനെ തിരിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. ഇല്ലേ? അങ്ങോട്ട് ഓർമ്മ വരണില്ല തന്നെ. ഇന്നാലിപ്പൊ ഞാൻ അങ്ങനെ മറക്കാൻ സാധ്യതല്ലല്ലോ. പല ആൾക്കാർ വരുന്നില്ലേ ഇവിടെ? പറയേ. ഞാൻ ആ പെണ്ണുങ്ങളേക്ക് ആ ബൈക്കും ബക്കാണോ ആയിട്ട് വന്ന നിങ്ങൾക്ക് ഓർമ്മല്ലേ? ഇരിക്കേ. അസ്സലാമലൈക്കും. ഇരിക്കേ. ആരാ മനസ്സിലായില്ലല്ലോ? പൊന്നാര പണിക്കരെ. ഞാൻ വല്ലാത്തൊരു അങ്കലാപ്പിലാണ്. എന്താ കാര്യം ഇങ്ങോട്ട് പറയേ. എല്ലാത്തിനൂടെ പരിഹാരം ഉണ്ടേ. അതുണ്ട്. അത് എനിക്കറിയാം. നിങ്ങളെ പറ്റി ഞാൻ ചില്ലറയല്ല കേട്ടിട്ടുണ്ട്. എല്ലാരും നിങ്ങളെ പറ്റിയാണ് പറയണത്. അപ്പൊ എനിക്കൊരു ബാന്ധമായി ഒരു പരിഹാരങ്ങൾ ചെയ്യും. എന്താ കാര്യം ഇങ്ങോട്ട് പറഞ്ഞോളൂ. എല്ലാത്തിനൂടെ പരിഹാരം ഉണ്ടല്ലോ. കാര്യം പറയേ. നിങ്ങൾ നാളൊന്ന് പറഞ്ഞാണി. നാളോ? നാളും മറ്റന്നാളോ ഒന്നും ഇപ്പൊ ഞമ്മക്ക് അറിയില്ല. പൊന്നാട് കൊണ്ട് ജനിച്ച ദിവസത്തെ നക്ഷത്രം അതിങ്ങോട്ട് പറയും. നക്ഷത്രം പറയുമ്പോ ഈ അമ്പിളിമാമന്റെ കടത്തില്ല ആ സാധന? അതൊന്നല്ല. നിങ്ങൾ എവിടുന്ന വന്ന് ആ സ്ഥലപ്പേര് ഇങ്ങോട്ട് പറയാ. സ്ഥലപ്പേര് എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഇങ്ങനെ ആ വീട്ടിൽ വണ്ടി ഇപ്പൊ ഇതുവരെ താമസിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ അതിന്റെ തൊട്ടടുത്ത് മൂലേപ്പാടം നിറഞ്ഞു തരാം. നക്ഷത്രം പിടികിട്ടി. മൂലം പറയാ. എന്താ പ്രശ്നം വെച്ചാ തുറന്നും ഇങ്ങോട്ട് പറയാ. ചതുർഭുജം. പ്രശ്നങ്ങൾ എന്താ ചോദിച്ചാല് പെരിയില് വേണ്ട ബൈക്കും വെക്കാണ് കെട്ടിയോളേറ്റ്. ഒന്നിരിക്കൽ കച്ചറ അല്ലെങ്കിൽ ചുങ്കത്തറ. ചുങ്കത്തറേ? അതെന്താണ് ചുങ്കത്തറ പറഞ്ഞാല്? ചുങ്കത്തറയാണ് ഓളെ പേര. ഒന്നിരിക്കൽ ഓള് കച്ചറ ഉണ്ടാക്കും അല്ലെങ്കിൽ ഓക്ക് ചുങ്കത്തറക്ക് പോണം. നിങ്ങളോട് പറയാ ഞാൻ ഇനിയിപ്പൊ ഇങ്ങനെ അടങ്ങാറാകാൻ ബാക്കിയില്ല. ഞാൻ നോക്കട്ടെ. ഹാജരെ പ്രശ്നമാണല്ലോ ഇത്തിരി. മൂല അടിയിലായിരിക്കണേ. മേലക്കൊന്ന് ഉയർത്തണം. എന്തായാലും ഹാജരെ നിങ്ങൾ ഭാര്യയുടെ നക്ഷത്രം ഒന്ന് പറയും. ഭാര്യന്റെ നക്ഷത്രം ഓളോടൊപ്പം ഇങ്ങനെ ആവുകൂടി ചോദിച്ചേണ്ട കാര്യമാണ്. നിങ്ങൾ അതിനൊന്നുമില്ല ഒച്ചയും പുളി ഉണ്ടാക്കാതെ ബജ്ജ് ഉണ്ടാക്കാൻ കേട്ടോ. നിങ്ങൾ വേറെ എന്തായാലും പരിഹാരം ഇതാക്കി തരില്ല. എന്താ പറയാ. ഭാര്യ ഇപ്പൊ നമ്മൾ ഈ സ്ഥലത്ത് തന്നെയാണല്ലോ ഉള്ളത്. നമുക്ക് ആ ഒരു രീതി വെച്ചൊന്ന് പിടിച്ചു നോക്കാം. ഏത് വൈക്കാലും വേണ്ടില്ല. പെട്ടെന്ന് കാര്യം എന്തിനൂടെ പരിഹാരം ഉണ്ടല്ലോ. പരിഹരിക്കാം. ഇതിനൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഞാനൊരു വെള്ളം തരാം. ഭാര്യ വഴക്കുണ്ടാക്കുന്ന സമയത്ത് ഇതൊരു കവിള് വായില് വെക്കുക. വേർക്കാനും പാടില്ല, തുപ്പാനും പാടില്ല. വായിലിങ്ങനെ വെക്കുക. കൊപ്പിളിക്കണ്ട. ഇതിപ്പോ എന്താ നിങ്ങൾ? ഞാനൊന്ന് പറയും, ഓളി 2 പറയും. ഞാൻ 2 പറയും, ഓള് 4 പറയും. ഞാൻ 4 പറയും, ഓള് 8 പറയും. അതാ ഇത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓള് 8 തൊട്ട് 16 പറയാണ്. ഇത് കൊണ്ടുപോവാ. കാര്യങ്ങൾ ചെയ്യാം. പറഞ്ഞ പോലെ എല്ലാം ശരിയാവും. പോയിക്കോളാ. എന്നാ നമുക്ക് പിന്നെ കാണാം. തീർച്ചയായിട്ടും പോയിക്കോളാ. ആളെ പിടിട്ടി. ഇപ്പൊ പിടിയിട്ടിരിക്കണു. എനിക്ക് ആളെ മനസ്സിലായിരിക്കണു. കാര്യം പറയാ. ഇപ്പൊ തിരിഞ്ഞ് മനസ്സിലായിരിക്കും. അതല്ലേ ഞാൻ പറഞ്ഞേ. ഞാൻ പറഞ്ഞ പോലെ ഭാര്യ വഴക്കുണ്ടാക്കുമ്പോ വെള്ളം കവിളിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? വെച്ചു. ഭാര്യ കച്ചറ ഉണ്ടാക്കുമ്പോ ഞാൻ കവിളിൽ വെള്ളം വെച്ചു. ഓളങ്ങനെ കുറച്ചേരം വർത്താനം പറഞ്ഞ് ആണ് നിർത്തുമ്പോ ഞാനും തുപ്പിക്കളഞ്ഞു. ഒരു കോയപ്പോലെ. നിങ്ങൾ വല്ലാത്തൊരു സാധനമാണ് കേട്ടോ. അങ്ങനെ ഇപ്പൊ എല്ലാ പ്രശ്നവും തീർന്നില്ലേ? പിന്നെ പ്രശ്നങ്ങളൊക്കെ തീർന്ന്. ഇപ്പൊ എന്തിനാ വന്നേ? ഇപ്പൊ എന്തിനാ വന്ന വെച്ചാലേ എനിക്ക് 2 കുപ്പി വെള്ളം കൂടി വേണം. കൊണ്ടേതൊക്കെ തീർന്നിക്കണം. എന്റെ പൊന്നാചാരെ, അത് സാധാ പച്ചവെള്ളാണ്. തന്നെ? പച്ചവെള്ളോ? പച്ചവെള്ളാണേ. ഒറിജിനൽ പച്ചവെള്ളം. പടച്ച തമ്പുരാനേ. എന്നിട്ട് ഇതുകൊണ്ട് അതൊക്കെ ഇപ്പൊ മാറണേ? സാധാ പച്ചവെള്ളം. ഞാനിതിപ്പോ എത്ര കൊല്ലായി സേവിക്കുന്നു. തന്നെ? അപ്പൊ നിങ്ങളെ പെണ്ണുങ്ങളും ജഗ ജില്ലയാണ്. അപ്പുറത്ത് പോകും. എന്താ ശരി. എന്നാ പിന്നെ ഈഞ്ച കിണറ്റിൽ നല്ലോണം ഉണ്ട് പച്ചവെള്ളം. ഞാൻ കോരി കുടിച്ചോളാം. പോയിക്കോളാം. ആയിക്കോട്ടെ. അടുത്ത ആളുകൾ പോരാ.